ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ യൂട്യൂബ് വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കിച്ചണിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിലെ സിങ്കും പൈപ്പുകളെല്ലാം ക്ലീൻ ആക്കുന്ന വീഡിയോ ആണ് വെച്ചിരിക്കുന്നത്. അതെന്ത് വെച്ചാണ് ക്ലീൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി അതൊന്ന് കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം അറിയിക്കുക. ഓക്കെ, കാണുന്ന സിങ്കാണ് നമ്മളിന്ന് ക്ലീൻ ആക്കാൻ പോകുന്നത്. ഇപ്പോൾ ഭയങ്കര വൃത്തികേടായിട്ടാണ് ഞാൻ കാണിച്ചതിലെ കഴുക്കും പാചകം എല്ലാം കഴിഞ്ഞതിന് ശേഷമുള്ള കിച്ചൺ സിങ്കിൻ്റെ രൂപമാണ് ഈ കാണുന്നത്. ഇനി അതൊന്ന് ക്ലീൻ ആയി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. നമുക്കൊന്നിച്ച് ക്ലീൻ ചെയ്യാം. സിങ്ക് ക്ലീൻ ആക്കാനായിട്ട് വേണ്ട സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം വെച്ചാണ് ഞാൻ ക്ലീൻ ആക്കുന്നത്. ജിഫ് എന്ന് പറഞ്ഞ ക്രീം വിത്ത് മൈക്രോ ക്രിസ്റ്റൽസ്. ഇത് ഒഴിച്ച് ക്ലീൻ ആക്കി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് നോക്കാം. ഒഴിക്കാൻ പോവാം. നോർമലി കൂടുതൽ ഞാൻ ലേശം ഒന്ന് ഒഴിച്ചിട്ടുണ്ട്. ഈ സാധനം വെച്ച് ആണ് ഞാൻ കഴുകാൻ പോകുന്നത്. ഓൾറെഡി വെള്ളത്തിൻ്റെ കണ്ടന്റ് അതിനകത്തുണ്ട്. അപ്പം നമ്മൾ ഇത് കഴുകി കഴിഞ്ഞു. ഇനി അത് പൈപ്പ് തുറന്ന് വെള്ളം ഒഴിച്ചതിന് മുമ്പ് എങ്ങനെ ഇരിക്കുന്നത് കാണാം. കഴിഞ്ഞിട്ട് കഴുകിയിരിക്കുന്നത് ക്ലിയർ ആയിട്ടുള്ള സീനാണ് ഈ കാണുന്നത്. നേരത്തെ പോലെയല്ല, ഇതിപ്പോൾ വെട്ടിത്തിളങ്ങി സ്റ്റീലിൻ്റെ ആയിട്ടുണ്ട്. സ്റ്റീലിൻ്റെ കളർ, ഫുൾ സ്റ്റീൽ. ഈ പൈപ്പ് അതിന് മുന്നേ കഴുകിയതാട്ടോ. ഇതിൻ്റെ കളർ ഏകദേശം എങ്ങനെ ഇരിക്കുന്നു വേറെ ഒരെണ്ണോടെ കാണിച്ച് ഈ പൈപ്പിൻ്റെ കളറ് മാറുന്നത് വീണ്ടും കാണിക്കാവേ. ഇത് ഞങ്ങളുടെ ബാത്റൂമിലിരിക്കുന്ന പൈപ്പാണ്. ഇത് ക്ലോസപ്പായിട്ട് കാണിക്കും. ഇതിൻ്റെ അകത്ത് അഴുക്കുകളൊക്കെ എന്തോരം ഉണ്ടെന്നുള്ളത് ഇങ്ങനെ ചെയ്യുന്നത്. ഈ പൈപ്പ് ഇനി ഈ അവസ്ഥയിൽ നിന്ന് ക്ലിയർ ആവുന്ന അവസ്ഥയിലേക്ക് നമുക്ക് നോക്കാം. ഇത് ഇച്ചിരി ക്ലോസപ്പായിട്ട് വെച്ചിരിക്കുന്ന ഈ കാണുന്ന പൈപ്പിലോട്ട്, ക്ലീൻ ഇല്ലാത്ത പൈപ്പിലേക്ക് ഈ ലോഷൻ ഞാനിങ്ങനെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഇനി ഓൺ ദ സ്പോട്ടിൽ തന്നെ അപ്പോൾ ഇതെല്ലാം ലോഷനെല്ലാം ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇതൊന്ന് ക്ലീൻ ആക്കാൻ പോവുകയാണ്. ഈ ഒരു സ്ക്രബ്ബർ വെച്ചാണ് ക്ലീൻ ആക്കാൻ പോകുന്നത്. ഇതിൻ്റെ മുന്നത്തെ സീനെല്ലാം കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ ഈ ലിക്വിഡ് ഒഴിച്ച് ക്ലീനും ഫോണോടെ പിടിച്ചിട്ട് അങ്ങോട്ട് ശരിയാവണില്ല.
കണ്ടില്ല, ഒരു ഈ സൈഡ് ചെളിയെല്ലാം ഉണ്ട്. ഇനി ഈ ലോഷൻ ഒഴിച്ച് കഴിയുമ്പോഴത്തേനും എങ്ങനെയാവും എന്നുള്ളത് നമുക്ക് കാണാം. തെന്നി പോകുന്നുണ്ട് കയ്യിൽ നിന്ന്. ഇത് മാജിക്കൊന്നുമല്ല കേട്ടോ, ഈ ലിക്വിഡിൻ്റെ. ഇതിപ്പോൾ ഞാൻ മാജിക്കെന്ന് പറഞ്ഞാലും ഇത് കഴിയുമ്പോൾ ഈ പൈപ്പിൻ്റെ കളറ് നേരത്തെ കണ്ട പൈപ്പിൻ്റെ കളറായിരിക്കത്തില്ല. ഇനി ക്ലീനാക്കാൻ പോവാണ്. കണ്ടോ, ഇതിൻ്റെ ക്ലീനിങ്ങിൻ്റെ എത്ര ലെവല് ക്ലീൻ ആവുന്നുണ്ടെന്ന് നോക്കിക്കോണേ. ഈ കളറല്ലായിരുന്നു, മഞ്ഞ കളറിൽ ക്ലോറിൻ്റെ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഫൈനൽ ലുക്ക് പൈപ്പിൻ്റെ. ഓക്കെ, ഒഴിച്ചു, ലോഷൻ ഒഴിച്ചു. ഇനി മുമ്പത്തെ തന്നെ എടുത്ത സാധനം ഒന്ന് നനച്ച് ഇനി ഇതൊന്ന് ക്ലീൻ ആക്കുന്നത് കാണാം. പയ്യെ ഇതിൻ്റെ കളറ് മാറുന്നത്, ഇതിൻ്റെ ലിക്വിഡിൻ്റെ അകത്തുനിന്ന് തന്നെ ഇതിൻ്റെ കളറെല്ലാം മാറി തുടങ്ങുന്നത് കാണാൻ പറ്റും. ഇടയ്ക്ക് മഞ്ഞക്കളറിലൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നത് കാണാം. അതൊക്കെ അതിൻ്റെ ക്ലീനായിട്ട് വേസ്റ്റ് എല്ലാം പോകുന്നതാണ്. ഇതൊരു സാമ്പിളായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഒഴിച്ചു കഴിഞ്ഞു. ഇനി പൈപ്പിൻ്റെ മോഡലല്ല ക്ലീൻ ആവുന്ന ഏകദേശം ഒന്ന് കഴിഞ്ഞു. ഇനി ഒന്ന് കണ്ടോ, ഇത്രയും വെള്ളം ഒന്ന് ഒഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഇതിൻ്റെ ലുക്ക് മാറി. ഇത് ഇതുവരെ ഒട്ടിപ്പിടിച്ചിന് പെയിൻ്റാട്ടോ ഈ വെളുത്തിരിക്കുന്നത്, അത് പോകത്തില്ല. ബാക്കിയത്തെയൊക്കെ സ്റ്റീലിൻ്റെ കളർ തന്നെ ബാക്കിലേക്ക് വന്നത് കണ്ട്, സ്റ്റീൽ കളറ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ലാസ്റ്റ് ഇനി ഒന്നുകൂടെ കാണിക്കാം. ഫുള്ള് ക്ലീനാക്കി കഴിഞ്ഞിട്ടുള്ള പൈപ്പിൻ്റെ ലുക്കാണിത്. ഇതിന് മുമ്പത്തെ ഇതൊങ്ങനെയൊന്നും അല്ലായിരുന്നു ഇതിൻ്റെ ലുക്ക്. ഇത് മുമ്പേ കാണിച്ചത് തന്നെ 2, ഇതാണ് മൂന്നാമത്തെ.